സമയത്തിനകം കോഴിക്കോട് ഈ നേതൃയോഗം ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ ഭാരവാഹികളുമാണ് യോഗത്തിൽ പങ്കെടുക്കുക. എംപിമാർ, MLA-മാർ എന്നിവരും യോഗത്തിലുണ്ടാവും. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകളിൽ അതൃപ്തിയും യോഗത്തിൽ ഉയർന്നേക്കും. കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് അസ്ലം ചേരുന്നു. അസ്ലം, ഇന്ന് ലീഗിന്റെ യോഗം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് വിശകലനം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സീറ്റ് ജയിക്കും, തോക്കും എന്നൊക്കെ അവർ ഉറപ്പാക്കുമോ? അജിംസ് തെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായ നേതൃയോഗം മുസ്ലിം ലീഗ് ചേർന്നിരുന്നില്ല. അവിടെ നേതാക്കൾ ആദ്യഘട്ടത്തിൽ പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് നടത്തിയത്. ഇന്ന് സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ജില്ലാ ഭാരവാഹികളും ഇരുന്നുകൊണ്ട് അവർ വിജയിച്ച മത്സരിച്ച മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വിശകലനം തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അവർ 20 മുതൽ 25 വരെ സീറ്റ് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നും ചില മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ അത് ടൈറ്റായ മത്സരമാണെങ്കിൽ പോലും അതിൽ 23 സീറ്റിലെങ്കിലും വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പൊതുവായ വിലയിരുത്തൽ നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ജില്ലകളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ സംസ്ഥാന ഭാരവാഹികളുടെ വിലയിരുത്തലൊക്കെ ഉണ്ടാവും. അങ്ങനെ അതിന്റെ പൊതുവായ വിലയിരുത്തലുണ്ടാവും. അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ UDF-നെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് കോൺഗ്രസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു പരിധി വിട്ടു പോകുന്നതിലെ ഒരു അതിർത്തി ശരിക്കും മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അനാവശ്യമായ ഒരു ജനവികാരത്തിനെ മറികടക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ചർച്ചകൾ വരുന്നതിൽ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷം എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ പ്രവർത്തിച്ച ആളുകൾക്കായിരിക്കണം, അർത്ഥത്തിൽ പ്രവർത്തിച്ച് മുന്നിൽ നിന്ന് ആളുകൾക്കായിരിക്കണം ശരിക്കും പരിഗണന കൊടുക്കേണ്ടത്. അല്ലാതെ അവസാന ഘട്ടത്തിലുള്ള കെട്ടിയിറക്കലുകൾ ശരിക്കും ജനവികാരത്തിനെതിരായി മാറുമെന്നുള്ളൊരു ആശങ്ക ലീഗിനുണ്ട്. അത് പക്ഷേ പരസ്യമായി പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും ഇന്നത്തെ നേതൃയോഗത്തിൽ അത് സംബന്ധിച്ചുള്ള ചില അഭിപ്രായങ്ങൾ നേതാക്കൾ പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നേതൃയോഗത്തിന് ശേഷം സാദിഖലി തങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന നിലപാടുകൾ, വാക്കുകൾ വളരെ പ്രസക്തമായിരിക്കും. എന്തായാലും ജനവികാരത്തെ മാനിക്കാതെ അല്ലെങ്കിൽ പൊതുവായ പ്രതിപക്ഷ പ്രവർത്തനത്തെയും ജനവികാരത്തെയും മാനിക്കാതെയുള്ള നടപടികളിലേക്ക് പോകരുത്. അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ വലിയ തോതിൽ UDF-ന് അനുകൂലമായി വന്ന ജനങ്ങളെ അവർക്ക് നെഗറ്റീവ് ആദ്യഘട്ടത്തിൽ തന്നെ ജനവിരുദ്ധ വികാരത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരും എന്നുള്ള ചില ആശങ്കകളുണ്ട്. അത് നേതൃയോഗത്തിൽ ഒരുപക്ഷെ ചില നേതാക്കൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിലൊരു നിലപാടായി പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും പരോക്ഷമായി പറയാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയുന്നില്ല. അതാണ് ഒരുപക്ഷെ നേതൃയോഗത്തിൽ ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ള കാര്യമെന്ന് പറയേണ്ടി വരും. സ്വാഭാവികം മറ്റു കാര്യങ്ങൾ, ജില്ലകളിലെ കാര്യങ്ങളും സംസ്ഥാനത്തുള്ള പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളും വയനാട് പദ്ധതിയുടെ ഒരു പൂർത്തീകരണം ഇറക്കി കഴിഞ്ഞു മുതൽ അവിടെ ആളുകൾ താമസിക്കുന്ന അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതുവായ വിലയിരുത്തലുണ്ടാകുന്ന തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. PM സലം സമയം മുമ്പ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ ചർച്ചകൾ നടത്തിയാൽ കുഴപ്പമില്ല, കാരണം അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി UDF-നാണ് സാധ്യത. അവർ അർത്ഥത്തിൽ ചർച്ചകൾ നടത്തും, കോൺഗ്രസിലെ തർക്കങ്ങൾ പതിവാണ്, അത് നേതൃത്വം പരിഹരിക്കും എന്ന് പൊതുവായ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പറഞ്ഞത്. അതേസമയം നേതൃയോഗത്തിൽ എന്തൊക്കെ നിലപാടുകൾ ഉയരുന്നു, അതിനുശേഷം പ്രധാനപ്പെട്ട നേതാക്കൾ സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ എന്താണ് അഭിപ്രായം പറയുന്നതെന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തായാലും ഒരു കാര്യം കൂടി അദ്ദേഹം മറുപടി പറഞ്ഞു പോകുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളിൽ UDF-ഉം BJP-യും ഡീലാണെന്ന് ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം തള്ളുകയാണ്. പരാജയ ഭീതി മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ തന്നെ ഡീൽ ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് CPM കടക്കുന്നത്. യഥാർത്ഥത്തിൽ BJP-യുമായി CPM-ആണ് ശരിക്കും ധാരണയിൽ ഉണ്ടാക്കിയിരുന്നത്. അത് മറികടക്കാൻ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പരാജയ ഭീതി കൊണ്ട് ചില ആരോപണം ഉന്നയിക്കുന്നത് മാത്രമാണ്. പറഞ്ഞ ആരോപണത്തെ തള്ളുകയാണ് PM സലാം ചെയ്തിരിക്കുന്നത്. അസ്ലം, ഒറ്റ കാര്യം, ഈ UDF-ൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ലീഗ് ഇക്കുറി പരാജയപ്പെടുമെന്ന് അവരാശങ്കിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ? അതിലേറ്റവും അവർക്ക് വലിയ വിജയസാധ്യതയില്ലാത്ത 2 സീറ്റുകൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. ഒന്ന് പുനലൂരും, കൊല്ലം ജില്ലയിലെ പുനലൂരും തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര. അത് കോങ്ങാട് മാറി ചേലക്കര കിട്ടിയാണ്. ആ 2 സീറ്റുകൾ മാത്രമേ വിജയസാധ്യതയില്ല എന്നൊരു കരുതുന്നുള്ളൂ. ബാക്കി കൂത്തുപറമ്പാണെങ്കിലും അഴീക്കോടാണെങ്കിലും ഗുരുവായൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. ഒരു ട്രെൻഡ് രൂപപ്പെട്ട് വരികയാണെങ്കിൽ അതിൽ അഴീക്കോട്, കൂത്തുപറമ്പ് ഒരു വർഷത്തിൽ ഗുരുവായൂർ വരെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. മലപ്പുറം ജില്ലയിലെ എല്ലാ സീറ്റുകളിലും അവർ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലും ഏറെക്കുറെ എല്ലാ സീറ്റിലും അവർ സാധ്യത പ്രകടിപ്പിക്കുന്നുണ്ട്. പേരാമ്പ്രയിൽ കടുത്ത മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സാമുദായിക ധ്രുവീകരണത്തിന്റെ പ്രചരണം ഉണ്ടായി. അത് എത്രത്തോളം ബാധിക്കുമെന്ന കാര്യത്തിലാണ് ഏറ്റവും ടൈറ്റുള്ള മണ്ഡലമായി പേരാമ്പ്രയിൽ വിലയിരുത്തുന്നത്. ബാക്കി കോഴിക്കോട് സൗത്ത് ആണെങ്കിലും കുറ്റ്യാടിയാണെങ്കിലും അതോടൊപ്പം തന്നെ തിരുവമ്പാടിയാണെങ്കിലും കുന്നമംഗലം ഒക്കെ തന്നെയും വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ പാലക്കാട്, മണ്ണാർക്കാടും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. ഈ ചേലക്കരയും അതോടൊപ്പം തന്നെ പുല്ലൂരും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അഴീക്കോട്, കൂത്തുപറമ്പ്, അതോടൊപ്പം തന്നെ ഗുരുവായൂർ ഈ സ്ഥലങ്ങളിൽ മാത്രമാണ് അവർക്കൊരു കടുത്ത മത്സരം, അല്ലെങ്കിൽ ട്രെൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ കയറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും വിജയം അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.